നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കരിയറിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് നടൻ ദിലീപ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ശേഷം ദിലീപിന് സിനിമാ രംഗത്ത് ഇനി വീണ്ടും ശോഭിക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ദിലീപിന്റെ സ്വകാര്യ ജീവിതം വലിയ തോതിൽ ചർച്ചയായതാണ്. മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനം, കാവ്യയുമായുള്ള രണ്ടാം വിവാഹം എന്നിവയെല്ലാം ചർച്ചയായി മാറിയിരുന്നു. വിധി വന്നതിന് പിന്നാലെ വലിയ ആഹ്ലാദമാണ് ദിലീപ് പ്രകടിപ്പിച്ചത്. ഈ കേസിൽ തനിക്കെതിരെയാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നടി കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയത്. തന്നോടുള്ള ശത്രുതയാണ് ഈ കേസിന് പിന്നിലെന്നാണ് ദിലീപ് ആവർത്തിച്ചു പറഞ്ഞത്. ആ ശത്രുതയ്ക്ക് കാരണം എന്താണെന്നും മുൻപൊരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് എല്ലാം ദിലീപിനെതിരെ എന്ന ചോദ്യം ഞാൻ പലതവണയായിട്ട് എന്നോട് ചോദിച്ചതാണ്. ഒരിക്കൽ ഞാൻ ഇക്കാര്യം ഇന്നസെന്റ് ചേട്ടനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എടാ, അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, മധുരമുള്ള മാവിലാണ് ആളുകൾ കല്ലെറിയുക എന്ന്. അത് കേട്ട് ഞാൻ കുറച്ച് ആശ്വസിച്ചു. പക്ഷെ എന്നാലും തൃപ്തിയായിട്ടുള്ള ഒരു മറുപടി എനിക്ക് കിട്ടിയില്ല. ഞാൻ ഈ ചോദ്യം സത്യേട്ടനോട് ചോദിച്ചു. സത്യേട്ട, എന്നോട് എന്തിനാണ് ശത്രുത? ഞാൻ ആരെ ദ്രോഹിച്ചിട്ടാണ്? എന്താണ്? എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ചെയ്യുന്നതിലോ എന്തെങ്കിലും കാര്യത്തിൽ കുഴപ്പമുണ്ടോ? ഭയങ്കര കുഴപ്പമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഞാൻ ചോദിച്ചു, കുഴപ്പമുണ്ടോ? അദ്ദേഹം ആവർത്തിച്ചു, ആ ഭയങ്കര കുഴപ്പമുണ്ടെന്ന്. എന്നിട്ട് പറഞ്ഞു, ദിലീപ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. ദിലീപ് മലയാള സിനിമയിൽ സംവിധാന സഹായി വന്നതിന് ശേഷം ക്യാമറയുടെ മുൻപിൽ വന്ന് കുറച്ചു വേഷങ്ങൾ ചെയ്ത് തുമ്മിയാൽ തെറിച്ചു പോകുന്ന വേഷങ്ങൾ, അത് കഴിഞ്ഞ് കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളായി വന്ന് ചെറിയ വേഷങ്ങൾ ചെയ്ത് ഹീറോയായി. അത് കഴിഞ്ഞ് കുറേ സിനിമകളിലൂടെ വാല്യൂ ഉള്ള ഒരു ഹീറോയായി മാറി. അതിനുശേഷം നിങ്ങൾ ചെയ്ത സിനിമകളിലൂടെ നിങ്ങൾ ജനപ്രിയനായി മാറി. നിങ്ങൾ സിനിമ നിർമ്മിച്ചു, വിതരണം ചെയ്തു, തിയേറ്റർ നടത്തി. ഇതിനിടയിൽ നിങ്ങൾ മലയാളത്തിൽ ഏറ്റവും പ്രമുഖയായ ഒരു നായികയെ കല്യാണം കഴിച്ചു. അതിനുശേഷം വീണ്ടും ഒരു കല്യാണം കഴിച്ചു, മറ്റൊരു നായികയെ. പലരും മോഹിക്കുകയും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നായികമാരെ കല്യാണം കഴിച്ചാൽ തന്നെ 10 തവണ തന്നെ അടിക്കണ്ടേ? അത് വേറെ. അതിനുശേഷം താൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് വന്നു. മലയാള സിനിമയിലെ മുഴുവൻ താരങ്ങളെ വെച്ചിട്ട് താൻ സിനിമ നിർമ്മിച്ചു. ഇങ്ങനെയുള്ള താൻ 25 വർഷത്തിനിടയിൽ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വിടുമ്പോൾ താൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള ആ ഒരു കുഴപ്പം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ ശത്രുത തന്നോടുള്ളത്. അത് താൻ ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, സത്യേട്ട, സത്യമായിട്ടും അത് തന്നെയാണല്ലോ എന്നായി ഞാൻ. അതെ എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇടവനക്കാട്ട് ജനിച്ച് ആലുവയിൽ വളർന്ന ഒരു സാധാരണക്കാരനായ ഞാൻ ഒരു സംഭവമാണല്ലേ സത്യേട്ട എന്നായി എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു ദിലീപ് ഫാനായി എന്ന് പറഞ്ഞ് സ്വയം ചിരിച്ചു. എനിക്ക് എപ്പോഴും ജനങ്ങളുടെ പിന്തുണ ഉണ്ട്. കാരണം ഞാൻ എന്തിനേയും 100% ആത്മാർത്ഥതയോടുകൂടി അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെന്നും താരം പറഞ്ഞു. അതേസമയം ദിലീപിനെ നായകനാക്കി ജോണി ആന്റണി ഒരുക്കിയ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ഉദയകൃഷ്ണ, സിബി കെ തോമസ് കൂട്ടുകെട്ടായിരുന്നു. 2003 ചിത്രം പുറത്തിറങ്ങിയത്. എന്നാൽ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത വർഷം പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംവിധായകൻ ജോണി ആന്റണി. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിനിടെയായിരുന്നു ജോണി ആന്റണി രണ്ടാം ഭാഗത്തെക്കുറിച്ച് പറഞ്ഞത്. ദിലീപും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ കൊച്ചിൻ ഹനീഫയും ജഗതിയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും ക്യാപ്റ്റൻ രാജുവും ഒന്നുമില്ലാതെ എന്ത് CID മൂസയാണ് എന്നാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും ചോദിക്കുന്നത്. ഇതെല്ലാ വർഷവും പ്രഖ്യാപിക്കുന്നതല്ലാതെ വേറെയൊന്നും നടക്കുന്നില്ലല്ലോ എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഭഭഭ ആയിരുന്നു ദിലീപിൻ്റെതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം. വമ്പൻ ഹൈപ്പോടെ എത്തിയ ചിത്രം തിയേറ്ററിൽ ദയനീയമായി പരാജയപ്പെടുക മാത്രമല്ല വലിയ വിമർശനവും ട്രോളുകളും നേരിട്ടിരുന്നു. എന്നാൽ OTTയിലും ചിത്രത്തിന് രക്ഷയുണ്ടായിരുന്നില്ല. വിവാദമായ പല രംഗങ്ങളും നീക്കം ചെയ്തതിനു ശേഷമാണ് OTT പതിപ്പ് എത്തിയത്. മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ എന്നീ താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചിത്രം വലിയ സാമ്പത്തിക നഷ്ടം കൂടിയാണ് നേരിട്ടത്. അതേസമയം മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനം വളരെ ഞെട്ടലോടെയാണ് അവരുടെ ആരാധകർ കേട്ടത്. എന്തുകൊണ്ടാണ് ഇരുവരും പിരിയാൻ തീരുമാനിച്ചത് എന്ന് താരങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ താനാണ് വിവാഹമോചനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് എന്നാണ് ദിലീപ് വെളിപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് മുൻപ് ദിലീപ് നൽകിയ ഒരു അഭിമുഖവും ചർച്ചയാകുകയാണ്. 1998 മഞ്ജുവിനെ കല്യാണം കഴിച്ചത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ് എൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം 2013 ജൂൺ 5-ാം തീയതി ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഉണ്ട്. അതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡിവോഴ്സ് പെറ്റീഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അതിലുണ്ട്. അതൊരു പെറ്റീഷൻ മാത്രമല്ല, അതിൽ പ്രതികളുണ്ട്, കക്ഷികളുണ്ട്, സാക്ഷികളുണ്ട്.
100% വിശ്വസിക്കുന്ന തെളിവുകൾ അടക്കമാണ് ഞാൻ കോടതിയിൽ കൊണ്ടുപോയി വെച്ച് എനിക്കിതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന് പറഞ്ഞത്. മാത്രമല്ല അതിൽ പ്രമുഖർ ഒരുപാട് പേരുണ്ട്. പ്രമുഖർക്കൊക്കെ നമ്മൾ ഈ പറയുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമുണ്ട്. അതിനെയെല്ലാം ഞാൻ മാനിക്കുന്നുണ്ട്. അവരുടെ നല്ല മുഖങ്ങൾ ഒന്നും പുറത്തു വരാതിരിക്കാൻ ആയിട്ട് ഞാൻ തന്നെയാണ് ശരിക്കും രഹസ്യ വിചാരണ എന്ന് പറയുന്ന ഒരു വിഷയം കൂടി എടുത്തു വെച്ചത്. കാരണം ഞാൻ ആരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ഒരുപാട് പേർ ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ സഹായിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്. ആരുടെ ഇമേജും കുഴപ്പമാക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ മകളുടെ ഭാവി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ മൗനം ആയിട്ടിരിക്കുന്നത്. എൻ്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കൊണ്ട് പോകുന്നുണ്ട്. അവരവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട്. ഞാൻ ആ വഴിക്ക് അവരുടെ പുറകെ ഇല്ല. അത് കഴിഞ്ഞ ഒരു വിഷയമാണ്. മറ്റുള്ള ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഞാനെന്തോ ഭീകരമായി പുറകിൽ നടന്ന് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാം കേട്ടോ എന്നൊരു ഇമേജ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആ ഏരിയയിൽ ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെ മകളുടെ പഠിപ്പ് അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ, എൻ്റെ ജോലി, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് നിൽക്കുന്നുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യേണ്ട ഒരു അവസ്ഥ ആരും ഉണ്ടാക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 100% കാവ്യയല്ല എൻ്റെ ജീവിതം തകരാനുള്ള കാരണം. ഞാൻ ദൈവത്തെ മുൻനിർത്തി തന്നെ പറയാം. കാവ്യ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇഷ്ടമെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ പ്രണയം എന്ന് പറഞ്ഞിട്ട് എടുക്കരുത്. അത്രയും വർഷത്തെ പരിചയം തന്നെയുള്ള ഒരാളാണ്. ശരിക്കും കാവ്യയാണ് ഇതിൻ്റെ കാര്യമെന്ന് നമുക്ക് മൊത്തത്തിൽ ജനങ്ങളുടെ മുൻപിൽ എല്ലാവരും ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ബന്ധം ഒന്നും ആയിരുന്നില്ല. അത്രയും ശക്തരായ കൂട്ടുകാരായിരുന്നു. എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുപോലെ ഒരു സൗഹൃദ ബന്ധത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ടായത്. അതിൽ വിഷമമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിലേക്ക് കാവ്യയെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ന്യായീകരിക്കുന്നില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാവ്യയെ കല്യാണം കഴിച്ചത് കൊണ്ട് വെള്ളപൂശി റെഡിയാക്കി വെക്കാം എന്നുള്ള രീതിയിലൊന്നുമല്ല. പക്ഷേ സത്യസന്ധമായ കാര്യം കാവ്യയല്ല. കാരണം കാവ്യ കാരണമാണ് എൻ്റെ ജീവിതം മുഴുവൻ പോയതെങ്കിൽ അത് വലിയൊരു ബോംബാണെങ്കിൽ തീക്കളിയാണ്. പിന്നെ ഞാനത് പോയിട്ട് ടച്ച് ചെയ്യില്ല. അതല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ കാവ്യയെ കല്യാണം കഴിച്ചത് എന്നാണ് അന്ന് ദിലീപ് പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more